പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം 1 തിമോഥെയോസ് 4:12 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായത്തിൻ്റെ പേരിൽ മറ്റുള്ളവർ നമ്മളെ അവഗണിക്കാൻ ഇടയാകരുത്. അത് നമ്മുടെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ആകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളും പെരുമാറ്റവുമെല്ലാം മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ ഈശോയെ കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മൾ വിളിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ്. എൻ്റെ വാക്കുകൾ, എൻ്റെ അധരം, ഞാൻ എപ്പോഴും ദിവ്യബലിയിൽ ഈശോയെ സ്വീകരിക്കുന്ന എൻ്റെ അധരം ഞാൻ നീട്ടുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ അധരങ്ങളിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അധരം പാപം ചെയ്തിട്ടുണ്ടോ? വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ അധരം നീട്ടിയാണോ ഞാൻ എൻ്റെ ഈശോയെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ പോലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരത്തിലൂടെ തിരിച്ചു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതുപോലെ നിങ്ങളുടെയും പെരുമാറ്റം മറ്റുള്ളവർക്ക് വേദനാകരമായിട്ട് പ്രവൃത്തികളിൽ, സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് വരുവാൻ, നമ്മുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മളെപ്പോഴും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുവാൻ കഴിവുള്ളവരായിരിക്കണം. വിശ്വാസത്തോടെ ആയിരിക്കുവാൻ, വിശ്വാസത്തോടുകൂടെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം, എൻ്റെയും നിങ്ങളുടെയും ജീവിതം വിശുദ്ധിയിലാണോ എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മളിലേക്ക് തന്നെ ഒരു വിശുദ്ധിയിൽ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ, നമ്മളെ തന്നെ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമാണിപ്പോൾ. എപ്പോഴും വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അത് ആ വിശുദ്ധിയിലൂടെ, എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധിയിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കുവാൻ, ഈശോ എന്ന മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.